നമസ്കാരം, തേട ന്യൂസിലേക്ക് സ്വാഗതം. കേരളക്കരയെ മുഴുവൻ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്ത അങ്കണവാടി ബിരിയാണി വിപ്ലവത്തിന്റെ കുഞ്ഞുതാരം ശംഖു വീണ്ടും സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയാണ്. ഇത്തവണ ഭക്ഷണ മെനുവിനെ കുറിച്ചല്ല, മറിച്ചൊരു മന്ത്രിയുടെ പരാമർശത്തിന് രസകരമായ മറുപടിയുമായാണ് ശംഖു രംഗത്തെത്തിയിരിക്കുന്നത്. കൊല്ലം ചവറയിലെ മഹിളാ കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി രാധാമണി ചേച്ചിയുടെ കൊച്ചുമോനാണ് ബിരിയാണി ചോദിച്ച് ശ്രദ്ധ നേടിയ കുട്ടിയെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു. എന്നാൽ ഈ പരാമർശം തെറ്റാണെന്ന് സ്വന്തം ശൈലിയിൽ വ്യക്തമാക്കിയാണ് ശംഖുവിന്റെ പുതിയ വീഡിയോ ഇറങ്ങിയിട്ടുള്ളത്. വകുപ്പ് ഏറ്റെടുത്തതിന് ശേഷം എന്നെ വന്ന് കണ്ട അംഗൻവാടി ജീവനക്കാർ സങ്കടത്തോടെ പറയുന്ന ഒരു കാര്യം, ബിരിയാണി കൊടുക്കാൻ പറഞ്ഞു. പക്ഷെ നിവർത്തിയില്ല. ഞങ്ങളിന്ന് ബിരിയാണി എങ്ങനെ കൊടുക്കും? കാരണം ഏറ്റവും പരിമിതമായ പൈസ കൊടുത്തിട്ട് ബിരിയാണി കൊടുക്കാൻ പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും? ആ മെനു അടക്കം എനിക്കിഷ്ടമാണ്. നമ്മുടെ ആ ബിർണാണി ചോദിച്ച കുഞ്ഞുണ്ടല്ലോ, അവൻ നമ്മുടെ ചവറയിലെ ഞങ്ങളുടെ മളാക്കോസ് ജില്ലാ സെക്രട്ടറി രാധാമണി ചേച്ചിയുടെ കൊച്ചുമോനാ. പുതിയ മന്ത്രി പറഞ്ഞു ഞാൻ രാധാമണി ചേച്ചിയുടെ കൊച്ചുമോനാണ്. ഞാൻ രാമാമണി ചേച്ചിയുടെ ഒന്നും കൊച്ചുമോനല്ല. എൻ്റെ അപ്പാമ്മയുടെ ഓമന, എൻ്റെ അമ്മാവിടെ റീരാത്തങ്കപ്പ. ഇത്രയുള്ള കാര്യം. പുതിയ മന്ത്രി ആന്റി പറഞ്ഞു ഞാൻ രാധാമണി ചേച്ചിയുടെ കൊച്ചുമോനാണെന്ന്. ഞാൻ രാധാമണി ചേച്ചിയുടെ കൊച്ചുമോനൊന്നുമല്ല, എൻ്റെ അപ്പാമ്മയുടെയും അമ്മാമ്മയുടെയും പേരുകൾ വേറെയാണ്. ഇത്രയുള്ളൂ കാര്യം എന്നതായിരുന്നു ശംഖുവിന്റെ രസകരമായ വിശദീകരണം. വീഡിയോ പുറത്തു വന്നതോടെ സമൂഹ മാധ്യമങ്ങളിൽ വലിയ ചർച്ചകൾക്കും ട്രോളുകൾക്കുമാണ് വഴിവെച്ചിട്ടുള്ളത്. അങ്കണവാടിയിലെ ഉപ്പുമാവിന് പകരം ബിരിയാണിയും പൊരിച്ച കോഴിയും വേണമെന്നാവശ്യപ്പെട്ട് ശംഖു മുമ്പ് പങ്കുവച്ച വീഡിയോ കേരളമൊട്ടാകെ വൈറലായിരുന്നു. വിഷയം വലിയ ചർച്ചയായതിനെ തുടർന്ന് അന്നത്തെ ആരോഗ്യ വനിതാ ശിശുവികസന മന്ത്രി വീണ ജോർജ് ഇടപെടുകയും അങ്കണവാടി ഭക്ഷണ മെനു പരിഷ്കരിക്കുകയും ചെയ്തിരുന്നു. തുടർന്ന് ചില അംഗനവാടികളിൽ ബിരിയാണി വിതരണം ചെയ്യുകയും പിന്നീട് സംസ്ഥാനത്തെ അംഗനവാടികളിലെയും സ്കൂളുകളിലെയും ഭക്ഷണ മെനുവിൽ അന്ന് മാറ്റം വരുത്തിയിരുന്നു.